ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഹരിത നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളാണ് ഉണ്ടാ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറി വെക്കണം. ചിക്കൻ നന്നായി കഴുകിയെടുത്ത് ഇനി നമുക്കത് പുരട്ടി വെക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിനാഗിരി, ചിക്കൻ മസാലയൊക്കെ കൂടി നന്നായി കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 സബോള നീളത്തിൽ അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാം. നമ്മളൊരു ഉരുളി എടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, നമ്മൾ സബോള ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അതൊന്ന് വാടി വരണം കേട്ടോ. ഞാനിങ്ങനെ എല്ലാം മുന്നേ അരിഞ്ഞ് റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പണികൾ എളുപ്പമായില്ലോ. പിന്നെ സബോള നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സബോളയും തക്കാളിയും വാടി വരണം. അപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി വാടി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് അതൊന്ന് പച്ചക്കുത്ത് മാറി വരണ വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് പച്ചക്കുത്ത് മാറി വരണ വരെ വാട്ടിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആ പരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലയും ചിക്കനും കൂടി നന്നായി കൂട്ടി ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വെക്കുക. ഇനി നമുക്കതൊന്ന് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കാം. ഇനി രാവിലെ പൂരിയാണ്. അപ്പം അത് കാരണം പൂരിക്ക് പരത്തണം കേട്ടോ. അപ്പോൾ ഈ വിഹാനുകുട്ടി എഴുന്നേറ്റും. അപ്പോൾ അവളെയും കൊണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്നു. പിന്നെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അവളുടെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അമ്മ പൂരി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അമ്മാവനൊക്കെ വന്നു. വിഹാനക്കുട്ടികളെ കൊടുക്കാണ് കേട്ടോ നേന്ത്രപ്പഴത്തിൻ്റെ. ഇനി നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാം. അപ്പോൾ ഇനി നെയ്ച്ചോറിൻ്റെ പരിപാടികൾ നോക്കുക. ഈ നെയ്ച്ചോറിൻ്റെ അരി നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മളത് കഴിഞ്ഞാൽ കുതിർന്ന് വരുമ്പോൾ ഒന്ന് അത് ഊറ്റി വയ്ക്കുക. പിന്നെ ഒരു ചീഞ്ചട്ടി വയ്ക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്ത് കോരെടുക്കുക. പിന്നെ നമ്മൾ ആ മസാല പാക്കറ്റില്ലേ അതും ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ അപ്പുറത്തൊരു ചെമ്പിൽ ഇതിന് ഇരട്ടി വെള്ളം, 1 കിലോ അരിയാണ്. അപ്പോൾ അതിനൊരു 8 ഗ്ലാസ് വെള്ളം എന്നുള്ള കലക്കിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ച് നന്നായി വേവിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിഹാനക്കുട്ടി കുളിച്ച് സുന്ദരി മണിയായിട്ടിരിക്കുന്നത് കേട്ടോ. അളപ്പൂത്തി ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ റൈസ് വെന്ത് വരുമ്പോൾ ആയിരിക്കും നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വിഹാനക്കുട്ടിക്ക് തൊപ്പിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിടാനുള്ള ഒരു പങ്കപ്പാടിലാണ്. ഞങ്ങൾ കുറച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.